ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ അലൻ കാളിയങ്കര. സെൻ്റ് ആനീസ് ഫൊറോനപ്പള്ളിയാണ് എൻ്റെ ഇടവക. ഞാൻ അച്ഛനായിട്ട് 2 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വല്ലം ഫൊറോന ദേവാലയത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. അതിമനോഹരമായിട്ട് 6 ദിവസം നല്ല രീതിയിൽ തന്നെ അത് നടത്തപ്പെട്ടു. എനിക്ക് ഏറ്റവും അനുഭവം ആയത് മരണത്തിനെ പറ്റിയുള്ള ഒരു ശുശ്രൂഷയുണ്ട്. ആ സമയത്ത് കുറേ പേര് തൻ്റെ സഹനങ്ങളെയും പീഡാസഹനങ്ങളെയൊക്കെ ഓർത്ത് വിഷമിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു 6 ദിവസം വല്ലം ഇടവകയെ സംബന്ധിച്ച് കുറേ മാനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും വഴിയിലൂടെ കുറേ പേര് കടന്നു വന്നിട്ടുണ്ട്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ നടത്താൻ സഹകരിച്ച വികാരിയച്ഛനും അതുപോലെ തന്നെ എല്ലാ സോണിലത്തെ ലീഡേഴ്സിനും യൂണിറ്റ് ഭാരവാഹികൾക്കും പ്രത്യേകിച്ച് പോപ്പുലർ മിഷൻ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയും പ്രാർത്ഥനയും ആശംസകളും നേരുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഏതെല്ലാം രോഗവും വേദനയും സഹനവും നഷ്ടവും കടബാധ്യതയും കുടുംബ പ്രശ്നവും ബുദ്ധിമുട്ടുമായിട്ടിരുന്നോ അവരെല്ലാവരെയും കർത്താവ് ഒരുപോലെ തൊട്ടു. ആ ഈശോ തൊട്ട നിന്റെ രോഗത്തിന് വിലയുണ്ട്. നിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ രോഗം മാറിയിട്ടില്ല, വേദന മാറിയിട്ടില്ല. മാറാത്ത വേദനയ്ക്ക്, മാറാത്ത രോഗത്തിന്, മാറാത്ത സഹനത്തിന്, മാറാത്ത നഷ്ടത്തിന്, മാറാത്ത പരാജയത്തിന്, മാറാത്ത ബുദ്ധിമുട്ടിന്, ഇതിനെല്ലാം അത് ഈശോ തൊട്ടതാണെങ്കിൽ ആ തൊട്ടതിന് ഒരു വിലയുണ്ട്. ആ വിലയാണ് രക്ഷാകര വില എന്ന് പറഞ്ഞാൽ ഇനി എത്ര നാളിതുണ്ടോ ആ ഉള്ളിടത്തോളം കാലം നിന്റെ ശരീരത്തിലെ രോഗം ഈശോ തൊട്ടത് കൊണ്ട്, ഈശോ തൊട്ട രോഗം നീ വഴിയായി അനേക രോഗികളെ സുഖപ്പെടുത്താൻ ഈശോ തൊട്ട നിന്റെ രോഗത്തെ ഉപയോഗിക്കും. ഈശോ തൊട്ട നിന്റെ സഹനം അനേക പാപികളുടെ മാനസാന്തരത്തിന്, അനേക തകർന്ന വ്യക്തികളുടെ രക്ഷയ്ക്ക്, അനേകം ഭിന്നിച്ച് കഴിയുന്ന ദമ്പതികളുടെ രമ്യതയ്ക്ക്, അതിനെല്ലാം ഈശോ തൊട്ട നിന്റെ രോഗവും വേദനയും സഹനങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉപയോഗിക്കും. അങ്ങനെ നിന്നിലൂടെ മറ്റുള്ളവർക്ക് സൗഖ്യവും മാനസാന്തര രക്ഷയും കൊടുക്കുന്നതിനെയാണ് രക്ഷാകര വിലയുള്ള രോഗം, സഹനം, അപമാനം, നിന്ദനം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സംഭവം പറയാം. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു ക്യാൻസർ രോഗി നാളുകളായിട്ട് ക്യാൻസർ രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശോധിച്ചു കൊണ്ടിരുന്ന ആ രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അവസാനം അയാളെക്കുറിച്ച് ഇങ്ങനെ വിധി എഴുതി, ഏറിപ്പോയാൽ 6 മാസം കൂടെ, 6 മാസം. 4 മാസം കഴിഞ്ഞപ്പോഴാണ് ഡിവൈൻ ധ്യാന കേന്ദ്രം ധ്യാനിക്കാൻ വന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഈ ധ്യാനത്തിലൂടെ ക്യാൻസർ രോഗം, വൈദ്യശാസ്ത്രം കൈവിട്ട രോഗം പൂർണ്ണമായിട്ടും സുഖപ്പെടണം. സ്നേഹമുള്ളവരെ, രോഗസൗഖ്യം പ്രതീക്ഷിച്ചാണ് അയാൾ ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിൻ്റെ 1 ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ വചനം കേട്ട് വചനത്താൽ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയോട്, രോഗിയോട് ഈശോ സംസാരിച്ചത് ഇങ്ങനെയാണ്: നിന്റെ ക്യാൻസർ രോഗത്തെ സുഖപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്റെ ക്യാൻസർ രോഗം ഞാൻ നിനക്കൊരു വരമായി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
അവിടെ അയാള് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ രോഗം, വേദന, സഹനം, അപമാനം, നിന്ദനം, കഷ്ടത, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം യേശു തൊടുമ്പോൾ അത് വരമായി മാറും. വരമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ശരീരത്തിലെ രോഗം വരമായി മാറണമെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ സഹനം വരമായി മാറണമെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരമായി മാറണമെങ്കിൽ 5 കാര്യങ്ങൾ ചെയ്യണം. 1, എൻ്റെ ശരീരത്തിൽ ഈ രോഗം ഉള്ളിടത്തോളം കാലം ആ രോഗത്തെ ഓർത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ ദുഃഖിക്കരുത്. 2, ആ രോഗം ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഉള്ളിൽ വേദനിക്കരുത്. 3, എൻ്റെ ശരീരത്തിൽ രോഗം, വേദന, സഹനം, ബുദ്ധിമുട്ട് ഉള്ളിടത്തോളം കാലം ഞാൻ ആരെയും കുറ്റപ്പെടുത്തരുത്. 4, ഉള്ളിടത്തോളം കാലം ഞാൻ പരാതി പറയരുത്. 5, ഞാൻ നിരാശപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോപ്പുൽ മിഷൻ ധ്യാനം കൂടി സമാപനത്തിൽ കർത്താവിൻ്റെ തിരുമുമ്പിലിരിക്കുന്ന ഓരോ മകനും മകളും മനസ്സിലാക്കുക, ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ എനിക്ക് തരുന്ന മുന്നറിയിപ്പ്, ബോധ്യം ഇതാണ്: നിന്റെ ജീവിതത്തിലെ കരച്ചിലിന്റെ സകല കാരണങ്ങളും ഈശോ ഏറ്റെടുത്തത് കൊണ്ട് ഇനി നിന്റെ ശരീരത്തില് ഉള്ള രോഗം, ജീവിതത്തിലെ വേദന, ബുദ്ധിമുട്ട്, നൊമ്പരങ്ങൾ, അതിനെല്ലാം ഒരു വിലയുണ്ട്. ആ വില രക്ഷാകര വിലയാണ്. രക്ഷാകര വിലയായി മാറണമെങ്കിൽ നീ അതിനെ ഒരു വരമാക്കണം. ഒരു വരമാക്കണമെങ്കിൽ ഇനി ഒരിക്കലും നീ അതിനെ ഓർത്ത് 1, ഉള്ളിൽ ദുഃഖിക്കരുത്. 2, ഉള്ളിൽ വേദനിക്കരുത്. 3, നീ അതിൻ്റെ പിന്നിൽ ആരായാലും നീ അതിനെ ഓർത്ത് കുറ്റപ്പെടുത്തരുത്. 4, പരാതി പറയരുത്. 5, നിരാശപ്പെടരുത്. സഹോദര, സഹോദരി, അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ ലഭിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം, നിന്റെ ജീവിതത്തിലെ മാറാത്ത രോഗവും, വേദനയും, സഹനവും, കഷ്ടപ്പാടും, ബുദ്ധിമുട്ടും, ഇതാ അതിനെല്ലാം കർത്താവ് ഒരു വരമാക്കുന്നു. അതിനാൽ ഓരോ വ്യക്തിയും സുഖപ്പെടാത്ത രോഗം, സുഖപ്പെടാത്ത രോഗി, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറാത്ത വ്യക്തി, തകർച്ചകളും പരാജയങ്ങളും നഷ്ടവും മാറാത്ത വ്യക്തി, അതിനെ ഓർത്ത് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട്, നിരന്തരം കൊടുത്തിട്ട്, ഉള്ളിലൊരു ബോധ്യം വേണം, ഉള്ളിലൊരു ഉറപ്പ് വേണം. ഇത് എൻ്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം, എൻ്റെ ജീവിതത്തിലുള്ളിടത്തോളം കാലം, എന്നോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കല, ഇതിനെ ഓർത്ത് ഞാൻ വേദനിക്കല, ഇതിനെ ഓർത്ത് ഞാൻ പരാതി പറയല, ഇതിനെ ഓർത്ത് ഞാൻ കുറ്റപ്പെടുത്തിയല, ഇതിനെ ഓർത്ത് ഞാൻ നിരാശപ്പെടിയല. ഈ 5 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിന്നാൽ, സഹോദര, സഹോദരി, നിന്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്ന രോഗങ്ങളും, വേദനകളും, സഹനങ്ങളും എല്ലാം അനേക രോഗികളെ സുഖപ്പെടുത്താനും, അനേകം പാപികളെ മാനസാന്തരപ്പെടുത്താനും, അനേകം തകർന്നവരെ രക്ഷിക്കാൻ ഉപയോഗിക്കും. അതാണ് രക്ഷാകര വിലയുള്ള അത്ഭുതം എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ആ ക്യാൻസർ രോഗി ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ലഭിച്ച ബോധ്യം, എൻ്റെ ശരീരത്തിലെ സുഖപ്പെടാത്ത ക്യാൻസർ രോഗം അത് ഈശോ തൊട്ടതാണ്, അത് എനിക്കൊരു വരമായി തന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ധ്യാനം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ആ കിടപ്പ് രോഗികളുടെ വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ആനന്ദവും അഭിമാനവും ആ സഹോദരൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ ധ്യാനത്തിലൂടെ എൻ്റെ സുഖപ്പെടാത്ത ക്യാൻസർ രോഗം ഒരു വരമായിട്ട് കർത്താവ് തന്നിരിക്കുന്നു. അതിനാൽ ഞാൻ എന്നും ഈ രോഗത്തെ ഓർത്ത് ആനന്ദിക്കും, സന്തോഷിക്കും. ഞാൻ ഈ രോഗം അനേക രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി കാഴ്ചവെക്കും. സ്നേഹമുള്ളവരെ, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോയ ആ സഹോദരൻ മലബാർ ഭാഗത്തു നിന്നാണ് വന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ സഹോദരൻ്റെ ഇടവകയിൽ ഞാനൊരു കൺവെൻഷനായിട്ട് പോയി. ആ സഹോദരൻ്റെ ഇടവകയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കൺവെൻഷൻ്റെ ആദ്യ ദിവസം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഈ സഹോദരൻ ഇരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധാപൂർവം ഞാൻ പറയുന്ന ഓരോ വചനങ്ങളും ഉള്ളിൽ സ്വീകരിച്ച് മുഖം വചനത്തിൻ്റെ നിറവ് കൊണ്ട് ആനന്ദമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് വചനം പ്രസംഗിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട് നല്ലൊരു എനർജിയാണ്. അങ്ങനെ എനർജി കിട്ടി ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തേക്ക് പോരാനായിട്ട് വന്നപ്പോഴുണ്ടല്ലോ, ഈ സഹോദരൻ പുറകെ ഓടി വരുന്നു. ഞാൻ സ്പീഡിൽ പോവുകയാണ്. അപ്പം അയാൾക്ക് എൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല. അയാൾ പുറകെ നീട്ടി വിളിച്ചു, അച്ഛാന്ന് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ സഹോദരൻ അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛൻ ഓർക്കുന്നുണ്ടോ? ഞാൻ ചെറുതായിട്ടൊന്ന് പരിങ്ങി, അറിയത്തില്ലോ. അപ്പൊ പറഞ്ഞു, അച്ഛാ, 2 വർഷം മുമ്പ് ഡിവൈൻ ധ്യാനികേന്ദ്രം ധ്യാനിക്കാൻ വന്നപ്പോൾ ക്യാൻസർ രോഗം ഒരു വരമായിട്ട് കിട്ടിയ
ആ വ്യക്തിയെക്കുറിച്ച് അച്ഛൻ ഓർക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പം പെട്ടെന്ന് എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ വന്നു, അയാൾ പറഞ്ഞു ഓർക്കുന്നു, 6 മാസം വൈദ്യശാസ്ത്രം, ഏറിപ്പോയാൽ 6 മാസം ആയുസുള്ളൂ. 4 മാസം കഴിഞ്ഞപ്പോഴാണ് ധ്യാനത്തിന് വന്നിട്ട്, പിന്നെ ബാക്കി 2 മാസം ഉള്ളൂ. ഇപ്പം 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യം അയാൾ എന്നോട് സന്തോഷത്തോടെ പറയാ, അച്ഛാ എൻ്റെ ക്യാൻസർ രോഗമൊന്നും സുഖപ്പെട്ടില്ല, ക്യാൻസർ രോഗം സുഖപ്പെടാത്തതിനെ കുറിച്ച് എനിക്കൊരു വേദനയില്ല, എനിക്ക് സന്തോഷമാണ്. അപ്പം എന്താ കാരണം? അയാൾ പറയാണ്, ഞാൻ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ എന്നെ കാണാനും ആശ്വസിപ്പിക്കാനും വന്ന അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ച രോഗികളിൽ അനേകർക്ക് രോഗം ഒരു വരമായിട്ട് കിട്ടിയ എന്നിലൂടെ അനേകം രോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇതിനോടകം 3 ക്യാൻസർ രോഗികളെ, ഞാൻ പ്രാർത്ഥിച്ച 3 ക്യാൻസർ രോഗികളെ എന്നിലൂടെ കർത്താവ് ആ ക്യാൻസർ രോഗികൾക്ക് സൗഖ്യം കൊടുത്തതായിട്ട് എനിക്ക് കാണാനും അറിയാനും മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ രോഗം സുഖപ്പെട്ടില്ല, അതിനോർത്ത് എനിക്ക് വിഷമമില്ല. മറ്റുള്ളവർക്ക് എന്നിലൂടെ കർത്താവ് സൗഖ്യം കൊടുക്കുമ്പോൾ എനിക്ക് അങ്ങനെ സന്തോഷിക്കാതിരിക്കാനും സാധിക്കും. വെച്ചാ കർത്താവ് കാത്തിരിപ്പിലൂടെയുള്ള അത്ഭുതം, രക്ഷാകരവിലുള്ള അത്ഭുതം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പെട്ടെന്നൊരു അത്ഭുതം നടന്നു കിട്ടിയില്ല എന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി തീർന്നെന്ന് വിചാരിക്കരുത്. അതിനാൽ ഇനിയുള്ള നാളുകളിലെല്ലാം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും അത്ഭുതം പ്രവർത്തിക്കുന്ന ദിവസങ്ങളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഉറപ്പ്, ആ രണ്ടാമത്തെ ഉറപ്പ് അത് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ഇങ്ങനെ വചനം പറയുന്നു, ജനതകളിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. ഇതാ ഈ പോപ്പുൽ മിഷൻ ധ്യാനത്തിന്റെ സമാപന ദിവസത്തിൽ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ മകനെയും മകളെയും നോക്കി ദൈവത്തിന്റെ വചനം പറയാണ്, വിസ്മയഭരിതരാകുവിൻ. എന്നാൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഇനിയുള്ള നാളുകളിൽ ഈ വല്ലഭരണയിൽ ഇവിടെയുള്ള ഓരോ ഇടവകയിലെ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തികളിലും ഇനി സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനീ പോപ്പുൽ മിഷൻ ധ്യാനം ഇവിടെ നടത്തി? ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഇടവകയിലും ഇനിയുള്ള നാളുകളിൽ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ചെയ്യുന്ന ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇനിയുള്ള നാളുകളിൽ ഞാനത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, 90 ലക്ഷത്തിന്റെ കടബാധ്യത വീട്ടാനായിട്ട് യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഭാര്യനെയും മക്കളെയും വിളിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോയ ഒരു കുടുംബനാഥൻ. ഈ കുടുംബത്തെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടി വലിയ ദൈവാനുഭവം കിട്ടിയ ഒരു സഹോദരൻ അപ്രതീക്ഷിതമായിട്ട് അവരെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടാനിടയായി. ആ കുടുംബത്തിന്റെ പോക്ക് കണ്ടപ്പോൾ എന്തോ പന്തിയുണ്ട്. ഓക്കണം, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ എപ്പോഴും മനുഷ്യനിലൂടെയാണ് ദൈവം ഒരുക്കുന്നത്. അപ്പോൾ ഈ തകർന്ന് നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞയച്ച ഒരു സഹോദരൻ, ആ സഹോദരൻ ഈ കുടുംബത്തോട് പറഞ്ഞു, ആത്മഹത്യ ചെയ്തു. പക്ഷെ ഒരു കാര്യം, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടണം. പോകാനായിട്ടുള്ള വണ്ടിക്കൂലി ഞാൻ തരാം. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഈ എഴുതി തരുന്ന ഈ കുറിപ്പ് തരുന്ന അച്ഛന്മാരെ ആരെങ്കിലും കാണണം. കുറിപ്പ് എഴുതി കൊടുത്തു. ഒന്നുമില്ലെങ്കിൽ പനക്കലച്ചനെ കാണുക, അല്ലെങ്കിൽ തടത്തിലച്ചനെ കാണുക. സ്നേഹമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ആ കുടുംബം വന്നു. പനക്കലച്ചൻ എന്തോ കാര്യത്തിന് പുറത്തു വരിക. അപ്പോൾ ആ കുറിപ്പുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. 90 ലക്ഷത്തിൻ്റെ കടബാധ്യത, വീട്ടാനായിട്ട് യാതൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥ, ആത്മഹത്യയിലേക്ക് പോയ കുടുംബത്തെ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബം 90 ലക്ഷത്തിൻ്റെ കടബാധ്യത, ബുദ്ധിയുടെ തലത്തിൽ 90 ലക്ഷം എത്രയോ വലുത്. ബുദ്ധി തന്നവന്റെ മുമ്പിൽ 90 ലക്ഷം എത്രയോ ചെറുത്. ബുദ്ധിയുടെ മുമ്പിൽ 90 ലക്ഷം എത്രയോ വലുത്. സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായ കർത്താവിൻ്റെ മുമ്പിൽ 90 ലക്ഷം എത്രയോ ചെറുത്. ഞാൻ ആ കുടുംബത്തോട്, ആ ചേട്ടനോട് പറഞ്ഞു, അതുകൊണ്ട് സഹോദര വിഷമിക്കണ്ട, 90 ലക്ഷത്തിൻ്റെ കടബാധ്യതയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായ കർത്താവിനെ സ്വന്തമാക്കൂ. കർത്താവിനെ സ്വന്തമാക്കിയാൽ പിന്നെ കടബാധ്യത വീട്ടുന്ന നീ ആയിരിക്കല. നീ സ്വന്തമാക്കുന്ന കർത്താവ് നിന്റെ 90 ലക്ഷത്തിന്റെ കടബാധ്യത വീട്ടാനായിട്ടുള്ള വഴി നിനക്ക് തുറന്നു വരും. വിശ്വസിച്ചോ? സ്നേഹമുള്ളവരെ, ഞാൻ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയിട്ട് ധ്യാനത്തിനായിട്ട് വിട്ടു. 2 ആഴ്ച അടുപ്പിച്ച് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടി. ധ്യാനത്തിലൂടെ വലിയൊരു ബോധ്യം കിട്ടി. ഞങ്ങളുടെ 90 ലക്ഷത്തിന്റെ കടബാധ്യത വീട്ടാനായിട്ട് സർവ്വസമ്പത്തിൻ്റെയും ഉടയവനായ കർത്താവിനെ ഏൽപ്പിച്ചതുകൊണ്ട് കർത്താവ് വഴി തുറക്കും. ഹല്ലേലൂയ. ധ്യാനം കഴിഞ്ഞ് സന്തോഷത്തോടെ തിരിച്ചു വന്നു.
എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇനി എങ്ങോട്ട് പോകും? അപ്പം ആ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ നല്ല സന്തോഷമായി, ധൈര്യം കിട്ടി, എല്ലാം ഉണ്ട്, പക്ഷെ എങ്ങോട്ട് പോകും എന്ന കാര്യത്തെക്കുറിച്ച് ചെറിയൊരു സംശയമുണ്ട്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, എങ്ങോട്ട് പോകും എന്ന് വഴിയറിയാതെ കഴിയുന്ന ഓരോ വ്യക്തിക്കും പോകാനായിട്ടുള്ള വഴി തുറക്കുന്നോടം വരെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ് ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ച് ദുഃഖിക്കണ്ട. പോകാൻ കർത്താവ് വഴി തുറക്കോളം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ അവരെ പ്രേക്ഷിതരായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്ര ശുശ്രൂഷയ്ക്കായിട്ട് നിർത്തി, പ്രേക്ഷിത ജോലി ചെയ്യാൻ. അപ്പോൾ പ്രേക്ഷിത ജോലി ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യണം. ഞാൻ സഹോദരനോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള മറ്റ് പ്രേക്ഷിതർ ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന ഏതാണ് അത് ഞാൻ ചെയ്തോളാം. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വെള്ള കോഴി പോകുന്ന ഓടയുണ്ട്, ആ ഓട കൃത്യമായിട്ട് കോരിയില്ലേ മണം ഉണ്ടാവും, ഓട കോരുന്ന ജോലി ചെയ്യാവോ? അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തോളാം അച്ഛാ. ഉടനെ ഞാൻ ഭാര്യയോട് ചോദിച്ചു എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഭാര്യ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞതുപോലെ ഇവിടെയുള്ള മറ്റ് സ്ത്രീകൾ ചെയ്യാൻ മടി കാണിക്കുന്നത് അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനക്കാരൊക്കെ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് അത് ക്ലീൻ ചെയ്യാമെന്ന് ജോലി ചെയ്യാം. അവൾ പറഞ്ഞു, ചെയ്തോളാം. സ്നേഹമുള്ളവരെ, 2 പേരും ആ ജോലി പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 മക്കളെ ഡിവൈൻ ധ്യാനിക നേതൃത്വമുള്ള സ്കൂളിൽ പഠിക്കാനായിട്ട് വിട്ടു. ഞാൻ ശുശ്രൂഷയ്ക്കായിട്ട് അവരെ വിടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞ ആ സഹോദരൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യയുടെ വീട് വല്ലാർപാടം ഭാഗത്താ, അവളുടെ കുടുംബസ്വത്തിൻ്റെ ഭാഗമായിട്ടൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ട്, അത് വെറും വെള്ളക്കുഴിയാ, ഒന്നും കിട്ടിയല്ല വിറ്റാല്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ പ്രേക്ഷിതരായിട്ട് നിൽക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, എല്ലാ ദിവസവും പ്രേക്ഷിതർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയുണ്ട്. ആ വിശുദ്ധ കുർബാന നിങ്ങൾ സംബന്ധിക്കണം. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ യേശുവിൻ്റെ തിരുരക്തം ഉൾക്കൊള്ളുന്ന കാസാൽ ധാരയിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉയർത്തിയ കാസയിലെ തിരുരക്തത്തിൽ നിങ്ങളുടെ 90 ലക്ഷത്തിൻ്റെ കടബാധ്യതയും വീട്ടാനായിട്ട് നിവർത്തിയില്ലാത്ത അവസ്ഥയും അത് യേശുവിൻ്റെ തിരുരക്തത്തിൽ സമർപ്പിച്ചെന്നും ബലിയർപ്പിക്കുക. ഞാൻ പറഞ്ഞു, 2ാമത്തെ കാര്യം, ഇവിടെ പ്രേക്ഷിതർക്ക് വേണ്ടി എന്നും ആരാധനയുണ്ട്. ഈ ആരാധനയിൽ 90 ലക്ഷത്തിൻ്റെ കടബാധ്യത, അടഞ്ഞ വഴി കൊടുക്കാനായിട്ടുള്ള വ്യക്തികൾ അവരെല്ലാം ആരാധനയായി കർത്താവിൻ്റെ തിരുമുമ്പിൽ ഓരോ ആരാധനയിൽ കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. സഹോദര സഹോദരി, മനസ്സിലാക്കണം, ജീവിതത്തിലെ ദുഃഖങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, തകർച്ചകൾ, പരാജയങ്ങൾ അതിന് മുഴുവൻ നിരന്തരം ആരാധനയായി കൊടുത്താൽ നമ്മൾ ഇങ്ങനെ പാടും, ബന്ധനമഴിയും കെട്ടുകളഴിയും, രോഗം മാറും, ക്ഷീണം മാറും, മൺകുടമുടയും, തീ കത്തിയിടും. നിന്റെ ജീവിതത്തിൽ നിനക്ക് വേദനയായി, നഷ്ടമായി, പരാജയമായി അനുഭവപ്പെടുന്നതിനെല്ലാം നിരന്തരം ആരാധനയായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, ആരാധനയായി കൊടുക്കുന്ന ഓരോന്നിന്റെയും മുമ്പിൽ കർത്താവ് ഇറങ്ങി വരും. അവിടെ അത്ഭുതം നടക്കും, അവിടെ അടയാളം കാണും. അതിനാൽ ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ അടഞ്ഞ വഴി, വിലയില്ലാത്ത വെള്ളക്കുഴി, അതിന് കർത്താവിന്റെ കരങ്ങളിൽ നിരന്തരം ആരാധനയായി കൊടുത്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക. സ്നേഹമുള്ളവരെ, 2 വർഷം അവരോട് ശുശ്രൂഷ ചെയ്തു. ഈ 2 വർഷത്തിനുള്ളിൽ നടന്ന 2 അത്ഭുതം എന്താണെന്നറിയാവോ? ഒന്ന്, 90 ലക്ഷത്തിൻ്റെ കടക്കാർ മുഴുവൻ പല ഭാഗത്തുണ്ട്. പക്ഷേ ഈ 2 വർഷത്തിനുള്ളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇവരെ അന്വേഷിച്ച് ആരും വന്നില്ല എന്നുള്ളത് 1ാമത്തെ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ അത്ഭുതം, ഈ വിലയില്ലായിരുന്ന വെള്ളക്കുഴി ആരാധനയായ കർത്താവിന് കൊടുത്തപ്പോൾ ഞാൻ പറയും, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അത് ഈ 2 വർഷത്തിനുള്ളിൽ അവിടെ അതിൻ്റെ സ്ഥലമെടുപ്പും കാര്യമൊക്കെ ആയി. കർത്താവ് അവർക്ക് വേണ്ടിയാണ് ആ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. ബാക്കി സ്ഥലം എല്ലാം എടുത്തു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ഈ ഇവരുടെ വെള്ളക്കുടി എന്ന് കരുതിയത്. സ്നേഹമുള്ളവരെ, ആ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. 1 സെന്റ് സ്ഥലത്തിന് 20 ലക്ഷം രൂപ, 10 സെന്റ് സ്ഥലത്തിന് 2 കോടി രൂപ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പറയുകയാണ്, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ രോഗത്തിൽ, നിങ്ങളുടെ കടബാധ്യത, നിങ്ങളുടെ തകർച്ചയിൽ ഞാൻ ചെയ്യും. സ്നേഹമുള്ളവരെ, എന്തു ചെയ്തു? തൻ്റെ അടഞ്ഞ വഴി, വീട്ടാൻ പറ്റാത്ത കടബാധ്യത, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ നിരന്തരം ആരാധനയായി കൊടുത്ത്, നിരന്തരം അൾത്താരയിലെ ബലിയിൽ ഈശോയുടെ തിരുരക്തത്തോടൊപ്പം ചേർത്ത് വെച്ചുയർത്തി
വിലയില്ലാത്തതിന് വില കൊടുത്തു. 2 കോടി രൂപ കൊണ്ട് എന്ത് ചെയ്യുന്നറിയാവോ? 90 ലക്ഷത്തിൻ്റെ കടം കൊടുക്കാനുണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു. ബാക്കിയുള്ള 1 കോടി 10 ലക്ഷം രൂപ കൊണ്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, ഒരു ഭവനം വാങ്ങിച്ചു. ബാക്കി വന്നതുകൊണ്ട് ഒരു വാഹനം വാങ്ങിച്ചു. എന്നിട്ട് അവിടെ താമസം തുടങ്ങിയ അവര് തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ഈ വാഹനത്തിൽ കൊള്ളുന്നത്രയും ആൾക്കാരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്നതിന് വേണ്ടിയിട്ട് ധ്യാനിക്കാനുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന വാഹനമായി അത് മാറി. അങ്ങനെ കൊണ്ടുവരുന്ന വ്യക്തികളായി ആ കുടുംബം മാറി. ഇപ്പോഴും കർത്താവ് അവരെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനേകർക്ക് സ്നേഹത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം നൽകിക്കൊണ്ട് ജീവിക്കാൻ ദൈവം അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ തുറന്ന് ഇതാ നമ്മുടെ കൺമുമ്പിൽ തിരുവോസ്തിരൂപനായ കർത്താവ് എഴുന്നള്ളുന്നു. വിശ്വസിക്കാം, ആഗ്രഹിക്കാം, ദാഹിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് അവനെ വിളിച്ചാരാധിക്കാം. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ. വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ, പാടിടുമേ മനമേ മനമേ. വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ, കൈയടിച്ച് പാടിടുമേ മനമേ മനമേ. വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ, പാടിടുമേ മനമേ മനമേ. വാഴ്ത്തിടുവാൻ ഉണരൂ ഉണരൂ. ഇതാ ദൈവപുത്രന്റെ മാതാവാകാൻ ദൈവം തെരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയം, അന്ന് വരെ ലോകത്തിൽ ജീവിച്ചിരുന്ന മറിയം, ദൈവത്തിൻ്റെ ദൂതൻ ദൈവപുത്രന്റെ മാതാവാകാനുള്ള വിളി കൊടുത്തപ്പോൾ കേട്ട മറിയം ബുദ്ധിയുടെ തലത്തിൽ ദൈവത്തിൻ്റെ ദൂതനോട് ഇങ്ങനെ ചോദിച്ചു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. ഈ കേട്ട കാര്യങ്ങൾ, എന്നോട് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഇത് എൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിക്കും? ഇന്ന് വരെ ലോകം പഠിപ്പിച്ചെന്ന അറിവ് കൊണ്ട് എനിക്ക് ഇത് അംഗീകരിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സാധിക്കും? എന്നിൽ നടക്കേണ്ടത് നടന്നിട്ടില്ലല്ലോ. ബുദ്ധിയുടെ തലത്തിൽ ഇത് മനസ്സിലാക്കുക, ഇത് സ്വീകരിക്കുക അസാധ്യമാണല്ലോ എന്ന് ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞപ്പോൾ ആ മറിയത്തിന് ദൈവത്തിൻ്റെ ദൂതൻ കൊടുത്ത ഉത്തരം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിച്ചാൽ അസാധ്യമെന്ന് നീ കരുതിയത് മുഴുവൻ നിന്നിൽ നിറയുന്ന പരിശുദ്ധാത്മാവ് നിനക്ക് നടത്തിത്തരും. ഈ ഉറപ്പിന്റെ മുമ്പിൽ മറിയം തന്റെ ഇഷ്ടത്തെ, ആഗ്രഹത്തെ പരിപൂർണമായി അടിയറവെച്ചു. ഇന്ന് വരെ എനിക്ക് അസാധ്യമെന്ന് ഞാൻ കരുതിയ എല്ലാ കാര്യങ്ങളും എന്നിൽ നിറയുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ മുതൽ എന്റെ ജീവിതത്തിൽ എന്നും നടത്തും. ഈ സത്യം ഞാൻ വിശ്വസിക്കുന്നു, ഈ സത്യം ഞാൻ ഏറ്റുപറയുന്നു, ഈ സത്യത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളടിച്ച് ഈശോയെ വരവേൽക്കാം, ഈശോയെ സ്വീകരിക്കാം. എഴുന്നള്ളും നീ
കരങ്ങളടിച്ച് പാടാം. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്നേശു രാജാവാ കർത്താവായി ഭരണം ചെയ്തിടുവാൻ എല്ലാവരും ചേർന്ന് പാടുന്നു. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ കരങ്ങൾ ഉയർത്തിയടിക്കാം. ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ എല്ലാവരും സ്വരം വരുത്തി യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും യേശുവേ. എല്ലാവരും സ്വരം വരുത്തി യേശുവേ. ആരാധന യേശുവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. വല്ലം ഇടവകയിലുള്ള കരോട്ടപ്പുറം എന്ന കുടുംബത്തിൽ നിന്നാണ് ഞങ്ങൾ. അപ്പച്ചൻ്റെ പേര് ഷൈജു, അമ്മയുടെ പേര് ഹണി. ഞങ്ങൾ 4 മക്കളാണ്. എൻ്റെ പേര് എവറിൻ, രണ്ടാമത്തെ ആളുടെ പേര് കാതറിൻ, മൂന്നാമത്തെ ആളുടെ പേര് ഇമ്മാനുവൽ, നാലാമത്തെ ആളുടെ പേര് ജെഫ്രിൻ. ഉലപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ നേമാവത്തനന്തോഷ്വാ യായാവിധം മാറുത്ത് 1-2 സാമുവേല് 1-2 രാജാക്കന്മാർ 1-2 നിനദന്തം എസ്രാ നെഹെമിയ യൂബിത്ത എസ്തർ 1-2 വക്കബയ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗങ്ങൾ യുദ്ധമഗീതം ജ്ഞാനപ്രഭാചകനേശയ്യ ജനമിനമിനങ്ങൾ ബാറൂക്ക് എസക്കിയ ഡാനിയ റോസിയ ജോയേലാമോ സുബാദിയ യോനാമിക്കാനാഹും അപ്പക്കുക്ക സഫനിയ ഹഗ്ഗായി സക്കറിയ മലാത്തി മക്തായി മാക്കോസ് യൂക്കായോ ഗന്യാൻ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ 1-2 കൊറിന്തോസ് ഗലാത്തിയായ ഫസ്രോസ് ഫിലിപ്പി കൊളേസോസ് 1-2 തെസ്സലോനിക്ക 1-2 തിമോത്തിയോസ് തീത്തോസ് ഫിലമോൻ ഹെബ്രായർ യാക്കോബ് 1-2 പത്രോസ് 1-2-3 യോഗന്യാൻ യൂദാസ് വെളിപ്പാട് 73 പുസ്തകങ്ങൾ അടങ്ങിയതാനീ വിശുദ്ധതകം